എന്ത് പഠിച്ചാൽ സിവിൽ സർവീസ് നേടാം? എല്ലാ പുതിയ ആസ്പിറൻസും നേരിടുന്ന ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ആണ് ഇത്. ജനറലി കേരളത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ there is a myth, അതായത് സൂര്യന് താഴെയുള്ള എല്ലാം പഠിച്ചാൽ മാത്രമേ സിവിൽ സർവീസ് ക്ലിയർ ആവൂ എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. UPSCയുടെ സിവിൽ സർവീസ് എക്സാമിനേഷൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ്. UPSC നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ they are mentioning that a person who is well educated can easily crack this examination. അതായത് ഒരു വ്യക്തമായ സിലബസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള സോഴ്സ് മെറ്റീരിയൽസ് ഉണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിലബസിനെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ സോഴ്സ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിങ്ങളുടെ കണ്ടന്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാം പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് പല സമയത്തും നിങ്ങളുടെ സിലബസിന്റെ ബേസിക് ഐഡിയ മിസ് ചെയ്ത് പോവുകയാണ്. അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ വീണ്ടും പോവുകയും ഔട്ട്പുട്ട് കിട്ടാതിരിക്കുകയും ചെയ്യും. എന്നാൽ ആദ്യം വേണ്ടത് നിങ്ങൾ NCERTs ഐഡന്റിഫൈ ചെയ്യുക. അതായത് ഓരോ സബ്ജക്റ്റും ജോഗ്രഫി, പൊളിറ്റി ഇങ്ങനെയുള്ള ഓരോ സബ്ജക്ട്സിനുള്ള NCERTs ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ബുക്സ്, ഫോർ എക്സാമ്പിൾ ലക്ഷ്മിയാണ് നിങ്ങൾക്ക് പൊളിറ്റിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ്, ഇത് ഐഡന്റിഫൈ ചെയ്യുക. ഇതിന്റെ കണ്ടന്റ് ബിൽഡ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഇത് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷം കൊണ്ട്, മാക്സിമം 1.5 വർഷം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ് ആണ് UPSC ഫോളോ ഫോം.